കേരള ക്രിക്കറ്റ് ലീഗ് ലോഞ്ചിന് ശേഷം മോഹൻലാൽ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ച മാധ്യമങ്ങൾ തിരുവനന്തപുരത്ത് പരിപാടി നടക്കുന്ന ഇടത്ത് മോഹൻലാലിന്റെ പ്രതികരണത്തിനായി കാക്കുകയാണ്. മണിക്കൂർ ഇപ്പോൾ 1 ആകുന്നു. 12 മണിക്ക് തുടങ്ങുമെന്ന പരിപാടി അല്പം വൈകി. 12:45 പരിപാടി അവസാനിച്ചിരിക്കുന്നു. സമയം ഇപ്പോൾ 1 മണിയായി. റോഷിബാലിന്റെ വിവരങ്ങളുമായി. റോഷിബാൽ, മോഹൻലാൽ പ്രധാനപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. പ്രതികരിക്കുമോ? ക്രിക്കറ്റ് ലീഗിൻ്റെ ലോഞ്ച് അത് പൂർത്തിയായി. ഇപ്പോൾ ഇതിൻ്റെ സംഘാടകരുടെ പ്രസംഗമാണ്, വിശിഷ്ടാതിഥികളുടെ പ്രസംഗമാണ് ഇവിടെ പുരോഗമിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മോഹൻലാൽ മാധ്യമങ്ങളെ കാണുക. മോഹൻലാൽ നേരത്തെ തന്നെ മാധ്യമങ്ങളെ കാണുമെന്ന് സംഘാടകരും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഈ പരിപാടിക്ക് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ പ്രധാനമായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മോഹൻലാലിൻ്റെ നിലപാട് എന്താണെന്ന ചോദ്യമാണ് ഉയരുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം വേണമോ എന്ന ചോദ്യത്തിന് മോഹൻലാൽ ഉത്തരം പറയേണ്ടി വരും. കാരണം സിനിമയിലെ പ്രധാനപ്പെട്ട പല നടന്മാരും സിനിമാ പ്രവർത്തകരും ഈ റിപ്പോർട്ടിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ മമ്മൂട്ടിയും മോഹൻലാലും ഇതുവരെ മൗനം തുടരുകയാണ്. കഴിഞ്ഞ 19 ഉച്ചയ്ക്ക് 2:30 റിപ്പോർട്ട് ഭാഗികമായെങ്കിലും പുറത്തു വന്നത്. ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിരവധി വേട്ടയാടപ്പെട്ട പീഡനത്തിനിരയായ സിനിമാ പ്രവർത്തകരുടെ, വനിതാ സിനിമാ പ്രവർത്തകരുടെ വെളിപ്പെടുത്തലുകൾ വന്നു. ആ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് AMMA എന്ന സംഘടന അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുന്നത്. ആദ്യം മോഹൻലാൽ രാജി വെക്കുന്നു എന്ന പ്രഖ്യാപനം പിന്നാലെ തന്നെ സംഘടനയുടെ എക്സിക്യൂട്ടീവും പിരിച്ചുവിടുന്നു. ഏതായാലും ജനറൽ സെക്രട്ടറിക്കെതിരെ ഉൾപ്പെടെ ഉയർന്ന ആരോപണങ്ങളും പിന്നീട് അത് കേസായി മാറുന്ന സാഹചര്യം, ഒപ്പം മുകേഷ്, രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ജയസൂര്യ അടക്കമുള്ള AMMA അംഗങ്ങൾക്കെതിരെ ലൈംഗികാതിക്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട സിനിമാ പ്രവർത്തകരെ, കുറ്റാരോപിതരായ സിനിമാ പ്രവർത്തകരെ സംഘടനയിൽ നിന്നും ഒഴിവാക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ, ഒപ്പം പുതിയ നേതൃത്വം വരുമ്പോൾ കുറ്റാരോപിതരും സംഘടനയുടെ തലപ്പത്തേക്ക് എത്തുമോ എന്ന പൊതുസമൂഹത്തിൻ്റെ, അല്ലെങ്കിൽ സിനിമയിൽ തന്നെ വേട്ടയാടപ്പെട്ടവരുടെ ആശങ്കയുണ്ട്. ആശങ്കയ്ക്ക് കൃത്യമായ ഉത്തരം മോഹൻലാൽ നൽകുമോ എന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മോഹൻലാൽ മറുപടി പറയേണ്ടതുണ്ട്. മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയംപിള്ള രാജു അടക്കമുള്ള താരങ്ങൾക്കെതിരെ, ഒപ്പം സംവിധായകൻ രഞ്ജിത്തിനെതിരെ, സിദ്ദിഖിനെതിരെ ഒക്കെ ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുന്നു, കേസുകൾ വരുന്നു. പ്രധാനപ്പെട്ട താരങ്ങൾ നെട്ടോട്ടത്തിലാകുന്ന സാഹചര്യം, നിയമ ഉപദേശം തേടിക്കൊണ്ട് നീങ്ങുന്ന സാഹചര്യം, മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച സാഹചര്യം, ഇതൊക്കെയാണ് കേരളം കണ്ടിട്ടുള്ളത്. SIT പ്രത്യേകാന്വേഷണ സംഘത്തെ സർക്കാർ രൂപീകരിക്കുന്നു. ആ അന്വേഷണ സംഘം ആരോപണം ഉന്നയിച്ചവരുടെ മൊഴികളെടുക്കുന്ന സാഹചര്യമാണ്. ആ മൊഴികൾക്കൊടുവിൽ ഈ താരങ്ങളിലേക്കും ചോദ്യം ചെയ്യൽ, സിദ്ദിഖിലേക്കും മുകേഷിലേക്കും SIT എത്തുന്നു എന്ന ഏറ്റവും പുതിയ വിവരം കൂടി വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. മോഹൻലാൽ AMMA മുൻ പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട് സ്വയം രാജിവെച്ചൊഴിഞ്ഞ് വാർത്താക്കുറിപ്പ് മാത്രം പുറത്തുവിട്ട് പ്രതികരിക്കാതെ പോയ മോഹൻലാൽ ഇന്ന് പ്രതികരിക്കുമോ? ഈ വിവാദങ്ങൾക്ക് ശേഷമുള്ള ആദ്യ പൊതുപരിപാടിയാണ് മോഹൻലാൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി. ഈ പരിപാടി ലോഞ്ച് ഇപ്പോൾ കഴിഞ്ഞ് അതിൽ ബാക്കി അതിഥികൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരുൺ സോളമൻ കൂടിയുണ്ട് ഈ സ്ഥലത്തു നിന്നും. അരുൺ, ഇപ്പോൾ മോഹൻലാലിൻ്റെ പ്രതികരണം കാത്തിരിക്കുകയാണ് അവിടെ മാധ്യമപ്പട. കേരളമാകെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു മോഹൻലാൽ എന്ത് പ്രതികരിക്കുമെന്ന്. മലയാള സിനിമയിൽ AMMA നടപടികളോട് വിമർശനമുള്ളവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ എന്താണ് പ്രതികരിക്കുക എന്ന്. മോഹൻലാലിൻ്റെ പ്രതികരണം പ്രതീക്ഷിക്കാമോ? മാധ്യമപ്രവർത്തകർക്ക് മറുപടി പറയാവുന്ന രീതിയിലാണോ അവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്? എങ്ങനെയാണ് മനസ്സിലാക്കാനാകുന്നത്? ഈ പരിപാടി ഇപ്പോൾ അവസാനിക്കാറായോ? അവസാന പ്രാസംഗികനാണോ ഇപ്പോൾ സംസാരിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ലോഞ്ചിങ് എന്തായാലും ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഘട്ടത്തോണം ഈ വേദിയിൽ പ്രഥമമായിട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഈ ചടങ്ങിൽ സംവിധായകനായിട്ടുള്ള പ്രിയദർശൻ, അതുപോലെ തന്നെ നടി കീർത്തി സുരേഷ്, മോഹൻലാൽ, അതുപോലെ തന്നെ കായിക വകുപ്പ് മന്ത്രി അബ്ദുൾ റഹ്മാൻ അടക്കമുള്ളവർ, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ അടക്കമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ ഈ ഒരു ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് പ്രധാനമായി ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ
പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഞ്ചിങ്ങിൽ 6 ക്രിക്കറ്റ് ടീമുകളാണുള്ളത്. ഈ ലീഗുകാരുടെ ജേഴ്സി അണിഞ്ഞിട്ടുള്ള ഇവരുമായിട്ട് എന്തായാലും മോഹൻലാൽ ഒരു ഫോട്ടോ എന്തായാലും എടുക്കും. ഇത് കഴിഞ്ഞിട്ട് ഇതിനുശേഷം എന്തായാലും ഈ കായിക വകുപ്പ് മന്ത്രി അബ്ദുൾ റഹ്മാൻ ഈ എവറോളിംഗ് ട്രോഫിയുടെ അനാവരണമായിരിക്കും അടുത്തുണ്ടാവുന്ന ചടങ്ങുകൾ. ഇതിനുശേഷമായിരിക്കും ഇതിൻ്റെ ഈ മോഹൻലാൽ എന്തായാലും മാധ്യമങ്ങളെ കാണുക. നേരത്തെ തന്നെ ക്രിക്കറ്റ് അസോസിയേഷൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് മോഹൻലാൽ മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു വിവരം ലഭിച്ചതിന് അടിസ്ഥാനമായിട്ടാണ് ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളടക്കം ഇപ്പോൾ ഈ ഹയാത്ത് ഹോട്ടലിന് പുറത്തുണ്ട്. എന്തായാലും ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് എന്തായാലും ഈ പ്രോഗ്രാം നടക്കുന്നത്. അവിടെ ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ റോഷി പോലുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം ആ ഒരു വേദിക്കകത്ത് നമുക്ക് എന്തായാലും മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമല്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ചടങ്ങിന് ശേഷം മോഹൻലാൽ എന്തായാലും മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെ സ്മൃതി നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇന്നലെ പുലർച്ചെ 1 മണിയോടുകൂടി തന്നെ തിരുവനന്തപുരത്തെത്തിയ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനായി കേരളം ഒന്നടങ്കം ഒറ്റുനോക്കുന്നുണ്ട്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒട്ടനവധി വിമർശനങ്ങൾ ചലച്ചിത്ര മേഖല നേരിടുന്നുണ്ട്. ഇതിനോടകം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട 2 രാജികൾ കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം 20ഓളം പരാതികൾ ഈ മലയാള ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നു. അതിൽ 10ഓളം പരാതികൾ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും നമുക്കറിയാവുന്നതുപോലെ തന്നെ ജയസൂര്യക്കെതിരെ വീണ്ടും 2ാമതൊരു പരാതി ഒരു നടി നൽകിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കൊല്ലത്തെ MLA അതുപോലെ തന്നെ നടനുമായിട്ടുള്ള മുകേഷിനെതിരെയും വ്യാപകമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നു. അദ്ദേഹം രാജിവെക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് നടൻ മോഹൻലാൽ തിരുവനന്തപുരത്ത് പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം ആദ്യമായി പങ്കെടുക്കുന്ന ഒരു പൊതുവേദി കൂടിയാണ് തലസ്ഥാനത്ത്. എന്തായാലും ഈ റിപ്പോർട്ട് പുറത്തു വന്നു. ഒരു ഘട്ടത്തിലും AMMയോ അല്ലെങ്കിൽ മറ്റ് സിനിമയിൽ മുൻനിരയിൽ നിൽക്കുന്ന ആരുടെയും പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടില്ല. AMMA തന്നെ വളരെ വൈകിയാണ് ഈ റിപ്പോർട്ടിന്മേൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് തന്നെ തൊട്ട് നടൻ സിദ്ദിഖിനെതിരെ ഉണ്ടായ ആരോപണത്തിന് പിന്നാലെ AMMയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖും രാജിവെക്കുന്ന ഒരു ഘട്ടം മലയാളികൾ കണ്ടു. അതിന് തൊട്ടു പിന്നാലെയാണ് AMMA ഈ ഒരു വളരെ പെട്ടെന്ന് ഭരണസമിതി പിരിച്ചുവിടുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരിക്കുന്നു. AMMA ഒരു ഘട്ടത്തിൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടറോ അല്ലെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനോ കഴിയാതെ ഈ വിഷയത്തിൽ നിന്നും ഒളിച്ചോടി പോകുന്ന ഒരു അവസ്ഥയാണ് ഈ AMMയുടെ രാജി അല്ലെങ്കിൽ കൂട്ടമായിട്ടുള്ള ഒരു രാജിയെന്ന് WCC അംഗങ്ങളടക്കമുള്ളവർ ആരോപിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളടക്കം മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് പൂർണ്ണമായും ഒരു പുകമറ സൃഷ്ടിച്ചിരിക്കുന്നു. ആ പുകമറയിൽ നിന്നും പുറത്തു വന്ന് ആരാണ് ഈ വ്യക്തമായിട്ടുള്ള നിലപാട് പങ്കുവെക്കുക എന്നുള്ളത് എന്തായാലും മലയാളികൾ എന്തായാലും ആശങ്കയോടുകൂടി നോക്കിക്കാണുന്നുണ്ട്. അതിൽ മോഹൻലാൽ ഇന്നിപ്പോൾ നിലപാട് വ്യക്തമാക്കുമോ? എന്തായാലും അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാടാണ് ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത്. ആ നിലപാട് ഇന്നിപ്പോൾ വ്യക്തമാക്കുമോ എന്നുള്ളത് നമ്മൾ ഇനി എന്തായാലും ഈ വൈകിയ നിമിഷത്തിൽ ഈ ഉച്ചയോട് കഴിഞ്ഞ് അദ്ദേഹം ഈ മാധ്യമങ്ങളെ കാണുമെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്തായാലും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ആ ചോദ്യങ്ങളോട് അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല നടന്മാരോടും നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോയപ്പോഴൊക്കെയും പലരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അടക്കം വിഷയത്തിൽ നിന്നും പലപ്പോഴും ഒഴിഞ്ഞു മാറുന്ന ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ആ നിമിഷങ്ങളൊക്കെയും നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട നടനും MPയുമായിട്ടുള്ള സുരേഷ് ഗോപി പോലും ഈ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നടൻ ആയിട്ടുള്ള മുകേഷിനൊപ്പം പിന്തുണ ഒരു പരോക്ഷമായിട്ടുള്ള പിന്തുണയോടുകൂടിയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ മലയാള സിനിമയിലെ മാടമ്പികളായിട്ട് കാണുന്ന അല്ലെങ്കിൽ താരപരിവേഷമുള്ള കംപ്ലീറ്റ് ആക്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന മോഹൻലാൽ നിന്നും ഈ ഇത്തരത്തിൽ തൻ്റെ സഹപ്രവർത്തകർ ലൈംഗിക ചൂഷണം നേരിട്ടപ്പോൾ അവർക്ക് വേണ്ടി ഒരു താങ്ങായി അവർക്ക് വേണ്ടി സംസാരിക്കുന്ന അവരുടെ ശബ്ദമായി ഈ മോഹൻലാൽ ഇന്ന് വരുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. നമുക്കറിയാം സ്മൃതി, മലയാള സിനിമയിൽ ഇവർ പല താരപരിവേഷങ്ങൾ പല സിനിമകളിൽ തങ്ങളുടെ ഹീറോയെ അല്ലെങ്കിൽ നടിയെ രക്ഷിക്കുന്ന രീതിയിലൊക്കെ പല വേഷങ്ങൾ തിരക്കഥയ്ക്കനുസരിച്ച് പല വേഷങ്ങൾ ചെയ്യുന്ന നടന്മാരാണ് ഈ മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും. പക്ഷേ തൻ്റെ സഹപ്രവർത്തകർ ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് വിലക്ക് നേരിട്ട ഘട്ടങ്ങളിൽ 2017 നടിയെ ആക്രമിച്ച കേസിന് ശേഷം മലയാളത്തിലെ സൂപ്പർ താരങ്ങളായിട്ടുള്ള മോഹൻലാലോ സുരേഷ് ഗോപിയോ മമ്മൂട്ടിയോ ഈ വിഷയത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഈ ഒരു നിലപാട് അവർ വ്യക്തമാക്കിയിട്ടില്ല. നമുക്കറിയാം പൃഥ്വിരാജിനെ പോലുള്ള വളരെ യുവനിര അല്ലെ ടോമിനെ പോലുള്ള ആസിഫ് അലിയെ പോലുള്ള യുവനിരയിൽ നിന്നുമാണ് ഇത്തരത്തിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു ശബ്ദം അതാണ് നമുക്ക് മുന്നിൽ നേരത്തെ ഉണ്ടായിരുന്ന ദൃശ്യങ്ങൾ എന്നുള്ളതാണ് അന്നത്തെ വാർത്താക്കുറിപ്പ്. AMMയിലെ രാജിയുടെ വാർത്താക്കുറിപ്പിൽ അന്ന് മോഹൻലാൽ പറഞ്ഞത്, ഞാൻ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വസ്തുനിഷ്ഠവും സുതാര്യവുമായ അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ പൊതുസമൂഹം ചർച്ച ചെയ്തു വരുന്ന ആരോപണങ്ങൾ നിജസ്ഥിതി പുറത്തു വരികയുള്ളൂ. നടൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, അത് മുകേഷിന്റെ പ്രതികരണമായിരുന്നു. ഏതായാലും അന്നത്തെ പ്രതികരണം ഇതായിരുന്നു മോഹൻലാൽ പറഞ്ഞിരുന്നത്. ആരോപണങ്ങൾ എല്ലാം തെളിയിക്കപ്പെടട്ടെ,
എല്ലാം തെളിഞ്ഞുകൊണ്ട് പുതിയൊരു സമിതി പുറത്തു വരട്ടെ, പുതിയ ഒരു ഭാരവാഹികൾ രംഗത്ത് വരട്ടെ, ഞങ്ങൾ ഒഴിയുന്നു എന്നുള്ളതാണ് മോഹൻലാൽ പറഞ്ഞിരുന്നത്. അന്ന് ജയൻ ചേർത്തല പ്രതികരിച്ചത് ആരോപണങ്ങൾ പല ഭാഗത്തും വരുന്നു, തമാശയ്ക്ക് ചിലർ പറയുന്ന കാര്യങ്ങൾ പോലും ആരോപണങ്ങളായി വരുന്ന പശ്ചാത്തലമുണ്ട്. ചില മാധ്യമങ്ങൾ അതിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നു, അതും ഒരു പീഡന ശ്രമം എന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്നു. അതുകൊണ്ട് ജനങ്ങളെ സാക്ഷി നിർത്തി മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അഡ്ഹോക് കമ്മിറ്റി തുടരും, ഈ കൈനീട്ടമടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് അഡ്ഹോക് കമ്മിറ്റി തുടരും. പക്ഷേ പുതിയ കമ്മിറ്റി വരട്ടെ, നന്നായി ഉത്തരവാദിത്വം നിറവേറ്റപ്പെടട്ടെ എന്നുള്ളതാണ്. അമ്മയിൽ എല്ലാവർക്കും സമ്മതമായിട്ടുള്ള പുതിയ ഭാരവാഹികൾ ജയിച്ചു കയറി വരും എന്നാണ് അന്ന് ജയൻ ചേർത്തല പറഞ്ഞിരുന്നത്. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ വരുമ്പോൾ മോഹൻലാലിൻ്റെ രാജിവാർത്ത ഞെട്ടിച്ചു എന്നുള്ള പ്രതികരണങ്ങൾ IMMയിലെ മറ്റ് പ്രതിനിധികൾ ശ്വേതാമേനോനെ പോലുള്ളവർ പ്രതികരിച്ചിരുന്നു. ഒടയാനുള്ളതൊക്കെ ഉടഞ്ഞു തന്നെ പോകട്ടെ എന്നാണ് അത് വിധു വിൻസെൻ്റ് പ്രതികരിച്ചത്. ആ വാർത്താക്കുറിപ്പ് മാത്രമായി പ്രതികരിച്ചുകൊണ്ട് മോഹൻലാൽ അടക്കമുള്ള സംഘടനാ ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചു പോയപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളെ അറിയിച്ചില്ല എന്ന അനന്യെ പോലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ പ്രതികരിച്ചു വന്നു. ഞങ്ങളോട് കൂടി അഭിപ്രായം തേടിയില്ല ആ തീരുമാനത്തിൽ എന്നുള്ളതാണ്. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ മോഹൻലാൽ പ്രതികരിക്കാതെ മാറി നിൽക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഇതിലൊരു കൗതുകമുള്ളത്, കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ തന്നെ സാന്നിധ്യത്തിലായിരിക്കുമോ മോഹൻലാൽ പ്രതികരിക്കുക? അതായത് സർക്കാരിൻ്റെ പ്രതിനിധി ഒരു മന്ത്രിയുടെ മുന്നിൽ വെച്ച് മോഹൻലാൽ പ്രതികരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് മോഹൻലാൽ പോകുമോ? ഉയർന്ന വലിയ ആരോപണങ്ങളിൽ ഒരുപാട് താരങ്ങൾ ഇപ്പോൾ ആരോപണ വിധേയരായി നിൽക്കുമ്പോൾ ഹേമ കമ്മിറ്റിയിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ അത് മലയാള സിനിമയെ തകർക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന രൂപത്തിൽ മോഹൻലാൽ തന്നെ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പ് ഇറക്കിയ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് പുതിയ ഡെവലപ്മെൻറ്റ്സിനോട് അദ്ദേഹം പ്രതികരിക്കുന്നത്? നിയമ നടപടികൾ ഒരു വശത്ത് മുന്നോട്ട് നീങ്ങുന്നു. SIT പ്രത്യേകാന്വേഷണ സംഘം ഒരു വശത്ത് പുറത്തെ വെളിപ്പെടുത്തലുകളിൽ മൊഴിയെടുക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് മുകേഷ് എന്ന ജനപ്രതിനിധി കൂടിയായ താരത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ തെരുവിൽ ഉടലെടുക്കുന്നു. മുകേഷിന് രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ തെരുവിലാണ് ഉള്ളത്. ഇന്ന് മുകേഷിൻ്റെ കാര്യത്തിൽ മുകേഷ് തൽക്കാലം രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനം CPM സംസ്ഥാന കമ്മിറ്റി എടുത്ത ദിവസം കൂടിയാണ്. എന്താണ് ഈ കാര്യങ്ങളിലൊക്കെ മോഹൻലാൽ പറയുക? കാത്തിരിക്കൂ, നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ, എല്ലാം തെളിഞ്ഞു വരട്ടെ എന്ന രൂപത്തിലുള്ള പ്രതികരണമായിരിക്കുമോ മോഹൻലാൽ നടത്തുക? അതോ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് മാത്രം പറഞ്ഞൊഴിയുമോ? അങ്ങനെ ഒഴിയാൻ സാധിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മോഹൻലാൽ പ്രതികരിക്കും എന്നുള്ളത് തന്നെയാണ് ഇതുവരെ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ.